ഇയാൾക്ക് ഇത് എന്നാത്തിന്റെ കുഴപ്പമാണെന്ന് ചില ആളുകൾ ചിന്തിച്ചേക്കാം. ഞാൻ ഈ പറയുന്നത് നമ്മുടെ യുവതി യുവാക്കൾക്കും കൗമാരക്കാർക്കും കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെടാതെയും ഇരിക്കാം. കാരണം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി ഉൽപ്പന്നങ്ങളുടെയും അടിമയായി ജീവിതത്തെ ഹോമിച്ചു കളയുന്ന ഒരുപാട് കുട്ടികളെയും കൗമാരക്കാരെയും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ കണ്ടിട്ട് ഉണ്ടാകുന്ന മനോവിഷമം കൊണ്ടിട്ട് പറയുന്നതാണ്. ഓരോ ദിവസവും പത്രദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമെല്ലാം നമ്മൾ കാണുന്നത് അത്രയ്ക്ക് വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഓരോ ദിവസവും എത്ര കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഈ ബലാത്സംഗം പോലെയുള്ള കാര്യങ്ങളും മക്കളെ മാതാപിതാക്കളെ കൊല്ലലും ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ലഹരിയിൽ നിന്ന് ഉണ്ടാകുന്ന കുഴപ്പം കൊണ്ടിട്ടാണ്. മദ്യവും മയക്കുമരുന്നും ഇതുപോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളും എല്ലാം ഈ ലോകാവസാനം വരെ തന്നെ ഉണ്ടാവും. അതിനകത്ത് യാതൊരു കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുവാനായിട്ടിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് നമ്മുടെ ഈ കൗമാര യുവതി യുവാക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമകരമായ ബോധവൽക്കരണ പ്രക്രിയ നമ്മുടെ മതരാഷ്ട്രീയ സാമുദായിക നേതാക്കളിൽ നിന്നും സാംസ്കാരിക രംഗത്തുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം കൂടുതൽ ശക്തമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം യുവതലമുറ അത്രയ്ക്ക് അത്തപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അത്രയ്ക്ക് രതി വൈകൃതങ്ങളാണ് നമ്മുടെ പൊതുനിരത്തുകളിൽ സമൂഹത്തിൽ നമുക്ക് കാണുന്നത്. എന്തൊക്കെ കാഴ്ചകളാണ് ഓരോ ദിവസവും നമ്മൾ നടുക്കുന്നത്, ടി വിയിലൂടെ ഒക്കെ നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയമുള്ള കൗമാരക്കാരായിട്ടുള്ള മക്കളെ, യുവതി യുവാക്കളെ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, ബന്ധുമിത്രാദികൾക്കോടൊപ്പം, നിങ്ങളുടെ സമൂഹത്തോട് ചേർന്നത് കൊണ്ട് ആ ഒരു നല്ല ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിട്ട് ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് എന്തൊക്കെ വൈകൃതങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നിങ്ങളൊരു കേസിനകത്ത് അടിപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതിനകത്ത് പെട്ട് നിങ്ങൾ ഒരു നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ആളുകൾ ഉണ്ടാവില്ല. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നിങ്ങളുടെ ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും മറ്റ് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ഒരു പരിധി വരെ മാത്രമേ സഹായിക്കാനായിട്ട് കഴിയൂ. അതിനപ്പുറത്ത് നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ ജീവിതം ഏറ്റവും നരകപൂർണമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ കൗമാരക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെ, യുവതി യുവാക്കളെ, ഈ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന്, ഇതിന്റെ പിടിയിൽ നിന്ന്, ആസക്തിയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം എന്ന് ഓർപ്പിക്കാനായിട്ട് ഞാനിത് പറഞ്ഞതാണ്. എന്നോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. എൻ്റെ വിഷമം ഈ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ മാറില്ല. അതുകൊണ്ടിട്ട് പറഞ്ഞതാണ്. എല്ലാം നമുക്ക് ആവശ്യത്തിനാകാം, പക്ഷെ അനാവശ്യമായിട്ട് ഇത് ആകുമ്പോഴാണ് ഇത്തരം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അത് ഓർത്തുകൊണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും ഈ സമൂഹത്തിനും ഒക്കെ നന്നായിരിക്കും. എന്നെ കേട്ടതിന് നന്ദി പറയുന്നു. വീണ്ടും കാണാം.